ശ്രീ ജോർജ് പൊടിപ്പാറ CPM-നെ സംബന്ധിച്ച് മുതിർന്ന നേതാവാണ് ജി സുധാകരൻ. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിയുടെ വരുതിക്ക് നിൽക്കുന്നില്ല. കഴിഞ്ഞ തവണ സീറ്റ് നിഷേധിക്കപ്പെട്ട ആ മൊമെന്റ് മുതൽ അദ്ദേഹം ഇടഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ സീറ്റ് നിഷേധിക്കപ്പെട്ട ഈ 2 ടേം നിബന്ധനയുടെ ഭാഗമായി മത്സരിക്കാൻ കഴിയാതെ പോയ നിരവധി ആളുകളുണ്ടായിരുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പല ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവരാരും അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചില്ല. അപ്പോൾ സുധാകരനെ സംബന്ധിച്ച് മത്സരിക്കാൻ ഇപ്പോഴും മോഹമുണ്ട്. ആ മോഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. ആ മോഹത്തെ സംസ്ഥാന സെക്രട്ടറി പുച്ഛിച്ചു എന്നുള്ളതാണ് പ്രശ്നം എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് കൃത്യമായി പറയുന്നുണ്ടല്ലോ. അതായത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ 2 ടേം നിബന്ധനയുടെ പേരിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ സീറ്റ് നിഷേധിക്കപ്പെട്ടു. അദ്ദേഹത്തിന് മാത്രമല്ല, ഡോക്ടർ തോമസ് ഐസക് അടക്കമുള്ള മറ്റു പലർക്കും, ഇപ്പോൾ സി രവീന്ദ്രനാഥ് അടക്കം പലരും ഈ 2 ടേം കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരത്തിൽ നിന്ന് മാറി നിന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ ജി സുധാകരനെ പോലെ ഇത്രയും പരിണതപ്രജ്ഞനായ, ഇത്രയും പാരമ്പര്യമുള്ള, ഇത്രയും പഴക്കം ചെന്ന ഒരു സഖാവ് ഈ രീതിയിൽ വീണ്ടും മത്സരിക്കാനുള്ള ഒരു ആഗ്രഹം കൂടുതൽ തീവ്രമായി പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ CPM ഭാഷയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ അദ്ദേഹത്തിന് ഇപ്പോഴും പാർലമെൻ്ററി വ്യാമോഹമുണ്ട് എന്ന് പറയേണ്ടി വരും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന ചില കാര്യങ്ങൾ ഇക്കുറി അദ്ദേഹത്തിൻ്റെ കാര്യം, അതായത് ശ്രീ MV ഗോവിന്ദനോട് പത്രപ്രവർത്തകർ ചോദിക്കുന്നു, ജി സുധാകരൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പരിഗണന ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പരിഗണനയും ഉണ്ടാകില്ല എന്ന രീതിയിൽ പറയുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ചിരിയാണോ പരിഹാസ ചിരിയെന്ന് വ്യാഖ്യാനിക്കാവുന്ന രീതിയിലുള്ള ഒരു വല്ലാത്ത ചിരി അദ്ദേഹം ആദ്യമായിട്ടൊന്നും അല്ല അങ്ങനെ ചിരിക്കുന്നതെങ്കിലും ആ ചിരി ജി സുധാകരനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ വേദനിപ്പിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാവുന്നതിനപ്പുറത്താണ്. ഇത് പലതിനെയും ചേർത്ത് വായിക്കുമ്പോഴാണ് അത് കൂടുതൽ ഗൗരവമായി മാറുന്നത്. അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അടിയന്തരാവസ്ഥയുടെ വാർഷികം ആഘോഷിക്കുന്ന ആ സമയത്ത് ആ ചടങ്ങിൽ സ്വന്തം വീടിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു സമ്മേളനം സംഘടിപ്പിച്ചപ്പോൾ അതിലേക്ക് അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിലാവുകയും പീഡനങ്ങൾ അനുഭവിക്കുകയൊക്കെ ചെയ്ത് തന്നോടൊന്ന് പറയുക പോലും, തന്നെ ഒന്ന് ക്ഷണിക്കുക പോലും ചെയ്തില്ല. അങ്ങനെ ഒട്ടേറെ, അതുപോലെ തന്നെ തന്നേക്കാൾ വളരെ ജൂനിയറായിട്ടുള്ള ആലപ്പുഴ ജില്ലയിലെ നേതാക്കൾ നിരന്തരമായി തന്നെ മാറ്റി നിർത്തുകയും പലപ്പോഴും തന്നെ ഒറ്റപ്പെടുത്തുകയും തനിക്കെതിരെ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു എന്നൊക്കെയുള്ള വളരെ വിശദമായ അദ്ദേഹത്തിൻ്റെ എതിർപ്പിൻ്റെയും അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതയുടെയും കാരണങ്ങൾ അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നുണ്ട്. അതിലേറ്റവും അവസാനം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത്, താൻ അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ അംഗത്വം പുതുക്കുന്നില്ല. അതായത് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് മാറ്റിയ ശേഷം തന്നോടൊരു വാക്ക് പോലും ആരും അന്വേഷിച്ചിട്ടില്ല. പാർട്ടി ജില്ലാ സെക്രട്ടറിയോ പാർട്ടിയുടെ സമിതി നേതാക്കൾ ആരും ഒന്ന് ഫോണിൽ വിളിച്ച് പോലും അന്വേഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന് പറയുന്നു. അതിനർത്ഥം സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉൾപ്പെട്ട ഒരു സഖാവ്, എത്ര സീനിയർ ആയാലും ജൂനിയർ ആയാലും, പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് വായിച്ച് എടുക്കാവുന്ന അദ്ദേഹം പാർട്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയല്ലേ അർത്ഥം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, കൂട്ടി വായിക്കുമ്പോൾ ജി സുധാകരൻ UDF-മായി ബന്ധപ്പെട്ട 1-2 പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വീണ്ടും അമ്പലപ്പുഴ പോലുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കണമെന്നുള്ള ആഗ്രഹം രഹസ്യമല്ല. ഈ സാഹചര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ജി സുധാകരൻ ഇനി എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുമോ, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് UDF പിന്തുണയോടെ അമ്പലപ്പുഴ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ പരമ്പരാഗത തട്ടകത്തിൽ മത്സരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്പെക്കുലേഷൻ ആണെന്ന് വേണമെങ്കിൽ പ്രേംകുമാറിന് പറയാം. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇത്തരം ചില കാര്യങ്ങളെ ചേർത്ത് വെച്ചാണ് നമ്മൾ പല വ്യൂഹങ്ങളിലേക്ക് അല്ലെങ്കിൽ ചില നിഗമനങ്ങളിലേക്ക് എത്തുന്നത്. ആ നിഗമനം എന്ന് പറയുന്നത്, വേണമെങ്കിൽ ജി സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തെ അപമാനിച്ചു അല്ലെങ്കിൽ കളിയാക്കി പരിഹസിച്ചു വേദനിപ്പിച്ചു എന്നതിൻ്റെയൊക്കെ പേരിൽ, ജി സുധാകരനാണെങ്കിൽ വളരെ സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? വാശിയുടെ കാര്യത്തിൽ അദ്ദേഹം ആരുടെയും പിന്നിലല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനം അങ്ങനെ പാർട്ടി അപഹസിക്കുകയാണെങ്കിൽ, അപമാനിക്കുകയാണെങ്കിൽ, അതേക്കുറിച്ച് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അതേക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പോൾ നിരന്തരമായി താൻ വേട്ടയാടപ്പെടുന്നു, താൻ ഒറ്റപ്പെടുത്തപ്പെടുന്നു, തന്നെ നീക്കി നിർത്തുന്നു തുടങ്ങിയ ആ വേദനകൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. ആ വേദന ഒരു പൊട്ടിത്തെറിയിലേക്ക് മാറുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മളാരും വിചാരിക്കാത്ത രീതിയിൽ ജി സുധാകരനെ പോലുള്ള വലിയ പാരമ്പര്യമുള്ള നേതാവ് ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോയിക്കൂടായികയില്ല. തീർച്ചയായിട്ടും അത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്.